ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഗോൾഡൻ തുളിപ്പ് ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സൂത്തർമാർ എന്ന് പറഞ്ഞ നെതർലാൻഡ്സിലെ ഒരു ചെറിയ സിറ്റിയിലാണ്. ഇവിടെ ഒരു റൂംസും അതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഏരിയയിലായിട്ട് കുറേ അപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു ഏരിയയിലായിട്ട് ഹോട്ടൽ റൂംസും അവൈലബിൾ ആണ്. നമ്മളിവിടെ അപ്പാർട്ട്മെൻ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് ടൂർ ഒന്ന് കാണാം. അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസപ്ഷൻ പാസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹോട്ടൽ റൂംസിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ റിസപ്ഷൻ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് റിസപ്ഷൻ ഒന്ന് പാസ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ പറ്റും. നമ്മളെടുത്ത അപ്പാർട്ട്മെൻറ്റ് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പാർട്ട്മെൻറ്റ് എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഡോർ കാണാം. അത് നമ്മുടെ ടോയ്ലറ്റ് ആണ്. വളരെ ചെറിയൊരു റൂമാണ്. ഇവിടെ ഒരു ചെറിയ ക്ലോസറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ വാഷിംഗ് ബേസിനൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ വാഷിംഗ് ബേസിനും അതുപോലെ ഫ്ലോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ചെറിയൊരു പഴയ ലുക്കുണ്ട് രണ്ടിനും. അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേറെ ഒരു ചെറിയൊരു റൂമും കൂടെ കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വാക്യൂം ക്ലീനറും അതുപോലെ അയൺ ചെയ്യാനുള്ള ടേബിളെല്ലാം അവിടെ വെച്ചേക്കുന്നത് നമുക്ക് കാണാം. അതൊരു വളരെ ചെറുതായിട്ടുള്ള ഒരു സ്റ്റോർ റൂം പോലെ ഇതുപോലത്തെ കാര്യങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. പിന്നെ നമുക്ക് കാണാം ജാക്കറ്റൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് താഴത്തെ ഡോറൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഇരുന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ് ഡോർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനോഹരമായ നമ്മുടെ ലിവിംഗ് റൂം കാണാം. ഇവിടെ നമുക്കൊരു പഴയൊരു മ്യൂസിക് സിസ്റ്റം കാണാം. അതുപോലെ നമുക്കൊരു മിറർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ആ മിറർ അവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു TV, അതുപോലെ നല്ല സോഫയും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാൻ അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ചൂടുള്ള സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ. ഞാൻ വന്നപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഫുൾ ടൈം ഹീറ്ററായിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ തന്നെ നമുക്കൊരു ഡൈനിങ് ടേബിൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്കിവിടെ കിച്ചൺ ഉണ്ട്. കിച്ചണിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറുതാണ്, പക്ഷേ വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു കിച്ചണാണ്. നമുക്ക് അതിനകത്ത് ഒരു ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് സ്റ്റവും കോഫി മെഷീനും അതുപോലെ ഒരു അവനും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടൊരു വേസ്റ്റ് ബിന്നാണിത്. ഇത് നമ്മൾ സെൻസർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ കൈ കാണിക്കുമ്പോൾ തന്നെ അത് ഓപ്പൺ ആവും. അപ്പോൾ പിന്നെ നമ്മളിതിൽ തൊടേണ്ട ആവശ്യമില്ല. നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്തതിന് ശേഷം നമ്മൾ മാറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ആയിപ്പോയിക്കും. ലിവിംഗ് റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണി ഒന്നുമില്ല, പക്ഷേ നമുക്കൊരു വലിയ വിൻഡോ ഉണ്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് അപ്പുറത്തെ വിങ്ങാണ്. അപ്പുറത്തെ വിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ റൂംസ് ഒക്കെ ഉള്ളത്. ഈ വിങ്ങിൽ ഫുൾ അപ്പാർട്ട്മെൻറ്റ്സുമാണ് അവൈലബിൾ ആയിട്ട്. അപ്പോൾ നമുക്ക് ലിവിംഗ് റൂമിൽ നിന്ന് 2 എൻട്രൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ബെഡ്റൂമിലേക്ക്. ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലൈഡിംഗ് ഡോർ പോലത്തെ ഒരു സെറ്റപ്പാണ് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ റൂമിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ ബാൽക്കണി കാണാം. ഒരു കൊച്ചു ബാൽക്കണിയാണ്. നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ട സെയിം വ്യൂ തന്നെയാണ് നമുക്ക് ഇതുവഴിയും കാണാൻ പറ്റുന്നത്. ബെഡ്റൂമിൽ അവരൊരു നല്ലൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കബോർഡാണ്. നല്ല സൂപ്പർ ബെഡായിരുന്നു. പിന്നെ 2 സൈഡ് ടേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ലിവിംഗ് റൂമിൽ കൊടുത്തേക്കുന്ന കണക്ക് തന്നെ ബെഡ്റൂമിൽ അവരൊരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷവർ ഏരിയ ശരിക്കും പറഞ്ഞാൽ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഇത് മൊത്തത്തിലൊരു പഴയ ലുക്കാണ്. വാഷിംഗ് ബേസിൻ ആണെങ്കിലും അതെ, വാച്ച് ടപ്പ് ആണെങ്കിലും ഒരു പഴയ ലുക്കാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷവർ ഏരിയയിൽ നമുക്കൊരു മിററും കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് നമുക്ക് ആക്ച്വലി എല്ലാ ടവൽസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കുറേ ടവൽസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഏരിയയിൽ തന്നെ. അതുപോലെ തന്നെ നമുക്ക് അവരൊരു സ്ലിപ്പേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് വീടിനകത്തോട് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് ആയിരുന്നു അത്. നമുക്കതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് വേറൊരു കബോർഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ലോക്കർ അതുപോലെ തന്നെ അയൺ ബോക്സ് ഒക്കെ അവർ നമുക്ക് തന്നേക്കുന്നത്.
ഇതാണ് നമുക്ക് അടുത്ത ഡോർ എന്ന് പറയുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡയറക്റ്റ് ലിവിംഗ് റൂമിലേക്ക് നമുക്ക് എൻട്രൻസ് കിട്ടും.